ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്തരീക്ഷത്തിന് 4 പാളികളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവയെക്കുറിച്ചാണ് പറയാനുള്ളത്. സ്ട്രാറ്റോസ്ഫിയർ എന്താണ്? ട്രോപ്പോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിൻ്റെ രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ 50 കിലോമീറ്റർ ഉയരം വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത്. ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് അനുയോജ്യമായ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. അവിടെ വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് ഇതിന് സഹായകമായി തീരുന്നത്. അപ്പോൾ ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് അനുയോജ്യമായ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇനി താപത്തിൻ്റെ അളവ് സ്ട്രാറ്റോസ്ഫിയറിന്റെ താണവിധാനങ്ങളിൽ തുല്യമായിരിക്കും. ഈ മേഖലയെ സമതാപ മേഖലകൾ എന്നാണ് വിളിക്കുന്നത്. സമതാപ മേഖലകൾ എന്ന് സ്ട്രാറ്റോസ്ഫിയറിന്റെ താണവിധാനങ്ങളെ വിളിക്കാൻ കാരണം അവിടെ താപനില തുല്യമായിരിക്കുന്നത് കൊണ്ട് ആണ് സമതാപ മേഖല എന്ന് വിളിക്കുന്നു. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പിനെ സ്ട്രാറ്റോപാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റോപാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പിനെയാണ് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. ഈ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളിയിൽ കാണുന്ന വിള്ളലുകളെ ഓസോൺ സുഷിരങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ഓസോൺ സുഷിര ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലാണ്. ഹാലിബേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓസോൺ സുഷിരം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. ഇനി ഓസോണിന്റെ നിറം ഇളം നീല നിറം ആണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നു. അത് ധ്രുവപ്രദേശത്തിന് മുകളിലായിട്ടാണ് നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. ഈ ഓസോണിന്റെ അളവ് കാണിക്കുന്ന യൂണിറ്റിനെ ഡോപ്സൺ യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഡോപ്സൺ യൂണിറ്റ് എന്നാണ് ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റിനെ അറിയപ്പെടുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന ഒരു സസ്യമുണ്ട്, അത് തുളസിയാണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. ഇത്രയാണ് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെ മണ്ഡലമാണ്. 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ജെറ്റ് വിമാനങ്ങളുടെ യാത്ര സുഗമമാക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഇതിന്റെ താഴത്തെ ഭാഗത്ത് താപനില തുല്യമായതുകൊണ്ട് സമതാപ മേഖല എന്ന് പറയുന്നു. ഓസോൺ പാളി കാണപ്പെടുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാന പോയിന്റുകൾ. ഇനി മൂന്നാമത്തെ മണ്ഡലമാണ് മിസോസ്ഫിയർ. അന്തരീക്ഷത്തിൽ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന മൂന്നാമത്തെ മണ്ഡലമാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും താപം കുറഞ്ഞു വരുന്നു. ഏറ്റവും താപം കുറഞ്ഞ അന്തരീക്ഷ ഭാഗം ഈ മണ്ഡലത്തിലാണ്. അവിടുത്തെ ശരാശരി താപനില 83 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? മിസോസ്ഫിയർ അന്തരീക്ഷത്തിലെ മൂന്നാമത്തെ പാളിയാണ്. ഈ പാളിയിൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇവിടെ ഊഷ്മാവ് മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നു. ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷ ഭാഗം ഈ മേഖലയിലാണ് കാണപ്പെടുന്നത്. അവിടെ ശരാശരി താപനില എന്ന് പറയുന്നത് -83 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ ഭാഗമാണെന്ന് പറഞ്ഞു. അതുപോലെ അന്തരീക്ഷത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് മിസോസ്ഫിയർ. നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഇനി ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയമരുന്ന അന്തരീക്ഷ ഭാഗം മിസോസ്ഫിയർ ആണ്. ഇവിടുത്തെ ഘർഷണമാണ് ഇത് കത്തിയമരുന്നതിന് കാരണമായി തീരുന്നത്. ഇനി മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗത്തെ മിസോപാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉൽക്കകൾ കത്തിയമരുന്ന അന്തരീക്ഷ ഭാഗം ഏതെന്ന് ചോദിക്കും. മിസോസ്ഫിയർ ആണ്. അതിന് കാരണം ഘർഷണം ആണ്. അവിടെ അനുഭവപ്പെടുന്ന ഘർഷണം ആണ്. ഇനി അവസാനമായിട്ട്
തെർമോസ്ഫിയർ എന്താണ് എന്ന് പറയണം. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് കൂടി വരുന്നു. ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് തെർമോസ്ഫിയർ. അതുപോലെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറച്ച് അനുഭവപ്പെടുന്ന സ്ഥലവും ഏതാണ്? ഈ തെർമോസ്ഫിയർ ആണ്. ഈ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് പറയുന്നത്. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ ഉയരം വരെ ഉള്ള പ്രദേശങ്ങളിൽ അൾട്രാവയലറ്റ് രശ്മികൾ, എക്സ്റേ തുടങ്ങിയവയുടെ പ്രവർത്തന ഫലമായി വാതക തന്മാത്രകൾ അയോണുകളായി മാറുന്നു. ഇങ്ങനെ അയോണീകരണം സംഭവിക്കുന്ന മേഖലയായതുകൊണ്ടാണ് ഇതിനെ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയുള്ള ഭാഗങ്ങളിൽ ഉള്ള അൾട്രാവയലറ്റ് രശ്മികൾ, അതുപോലെ എക്സ്റേ രശ്മികൾ തുടങ്ങിയവയുടെ പ്രവർത്തന ഫലമായി വാതക തന്മാത്രകൾക്ക് അയോണീകരണം സംഭവിക്കുന്ന മേഖലയാണ് അയനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആണ് റേഡിയോ പ്രക്ഷേപണത്തിന് അനുയോജ്യമായ പ്രദേശം. റേഡിയോ തരംഗങ്ങൾ കടന്നു പോകുന്നതിന് അനുയോജ്യമായ പ്രദേശമാണ് ഈ അയനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് അയനോസ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ ധ്രുവ പ്രദേശങ്ങളിൽ കാണുന്ന അറോറ പ്രതിഭാസത്തിന് നിദാനമായ മണ്ഡലവും ഏതാണ്? ഈ തെർമോസ്ഫിയർ ആണ്. ഇത്രയാണ് തെർമോസ്ഫിയറിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ 4 മണ്ഡലങ്ങളെ കുറിച്ച് 2 ക്ലാസ്സുകളിലായി പഠിച്ചു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.